എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇനി വരുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ്, ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ തൊഴിൽ വാർത്തയിൽ വരുന്ന കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു 3 പാർട്ട് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇത് 4ാമത്തെ പാർട്ടാണ്. ഇതും തൊഴിൽ വാർത്തയിൽ നിന്ന് എടുത്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 3 പാർട്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും നമുക്ക് വൈകാതെ തന്നെ ക്ലാസ്സിലോട്ട് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. മാക്സിമം പേരിലോട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് മാത്രമല്ല, ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് +1 +2 ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സും അതുപോലെ തന്നെ SCRT ബേസ്ഡ് ക്ലാസ്സും എല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, മഹാവികാസ് അഘാഡി സർക്കാർ ഏത് സംസ്ഥാനത്തായിരുന്നു ഭരണം നടത്തിയിരുന്നത്? മഹാവികാസ് അഘാഡി സർക്കാർ ഏത് സംസ്ഥാനത്തായിരുന്നു ഭരണം നടത്തിയിരുന്നത്? മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്ര. അപ്പോൾ തൊഴിൽ വാർത്തയിൽ വരുന്ന കറണ്ട് അഫയേഴ്സിന് ആകുമ്പോൾ നമുക്ക് ആ ചോദ്യവും ഉത്തരവും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ പഠിച്ചു പോവുകയാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള പരീക്ഷകൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. തൊഴിൽ വാർത്തയിൽ മാത്രമല്ല, അല്ലാതെയുള്ള കറണ്ട് അഫയേഴ്സും നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കുക. മഹാവികാസ് അഘാഡി സർക്കാർ ഏത് സംസ്ഥാനത്താണ് ഭരണം നടത്തിയിരുന്നത്? മഹാരാഷ്ട്രയിലാണ്. ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ, അപ്പോൾ മഹാവികാസ് അഘാഡി സർക്കാർ, ആരാണ് അതിൻ്റെ നേതൃത്വം? ഉദ്ധവ് താക്കറെയാണ്. ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ 2022 ജൂണിലാണ് രാജിവെച്ചത്. 2022 ജൂണിലാണ് രാജിവെച്ചത്. ശിവസേന, NCP, കോൺഗ്രസ് എന്നിവയായിരുന്നു ഘടക കക്ഷികൾ. ഏതൊക്കെയാണ്? ശിവസേന, NCP, കോൺഗ്രസ് എന്നിവയായിരുന്നു ഘടക കക്ഷികൾ. ഏകനാഥ് ഷിൻഡെയാണ് മഹാരാഷ്ട്രയുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. ഏകനാഥ് ഷിൻഡെയാണ് മഹാരാഷ്ട്രയുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏകനാഥ് ഷിൻഡെയാണ് മഹാരാഷ്ട്രയുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. ഉപമുഖ്യമന്ത്രി ആരാണ്? ദേവേന്ദ്ര ഫഡ്നാവിസ് ആണ്. ഓക്കെ, ദേവേന്ദ്ര ഫഡ്നാവിസ് ആണ് ഉപമുഖ്യമന്ത്രി. അപ്പോൾ ഏകനാഥ് ഷിൻഡെയാണ് ഇപ്പോഴത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി. ഉപമുഖ്യമന്ത്രി ആരാണ്? ദേവേന്ദ്ര ഫഡ്നാവിസ് ആണ്. BJP പ്രവർത്തകനാണ്. ഓക്കെ, BJP ആണ് പാർട്ടി ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചോദ്യമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാനുള്ളത്. മഹാവികാസ് അഘാഡി സർക്കാർ ഏത് സംസ്ഥാനമാണ് ഭരണം നടത്തിയിരുന്നത്? മഹാരാഷ്ട്രയാണ്. ഉദ്ധവ് താക്കറെയായിരുന്നു നേതൃത്വം വഹിച്ചിരുന്നത്. ഈ സർക്കാർ എപ്പോഴാണ് രാജിവെച്ചത്? 2022 ജൂണിലാണ് മഹാവികാസ് അഘാഡി സർക്കാർ രാജിവെച്ചത്. ഇനി അവരുടെ ഘടക കക്ഷികൾ എന്ന് പറയുന്നത് ശിവസേന, NCP, കോൺഗ്രസ് എന്നിവയായിരുന്നു. മഹാരാഷ്ട്രയുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്? ഏകനാഥ് ഷിൻഡെയാണ്. ഉപമുഖ്യമന്ത്രി ചോദിച്ചു കഴിഞ്ഞാൽ ദേവേന്ദ്ര ഫഡ്നാവിസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ പുതിയ സ്ഥിരം പ്രതിനിധി ആരാണ്? ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ പുതിയ സ്ഥിരം പ്രതിനിധിയാണ് രുചിര കമ്പോജ്. രുചിര കമ്പോജ്. അപ്പോൾ UN ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയാകുന്ന ആദ്യ വനിത കൂടിയാണ് ലക്നൗ സ്വദേശിനിയായിട്ടുള്ള രുചിര. UN ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയാകുന്ന ആദ്യത്തെ വനിതയാണ് രുചിര കമ്പോജ്. രുചിര കമ്പോജ് എവിടെയാണ്? ലക്നൗ സ്വദേശിയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കായുള്ള കേരള സംസ്ഥാന കമ്മീഷന്റെ, അതായത് കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസസ് എമംഗ് ഫോർവേഡ് കമ്മ്യൂണിറ്റീസ്. ഓക്കെ, അതിൻ്റെ അധ്യക്ഷൻ ആരാണ്? CN രാമചന്ദ്രൻ നായരാണ്. മുൻ ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള CN രാമചന്ദ്രൻ നായരാണ് മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കായിട്ടുള്ള കേരള സംസ്ഥാന കമ്മീഷന്റെ അധ്യക്ഷൻ. കേരള സംസ്ഥാന കമ്മീഷന്റെ അധ്യക്ഷൻ KSCEBSFC എന്താണ്? കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസസ് എമംഗ് ഫോർവേഡ് കമ്മ്യൂണിറ്റീസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അധ്യക്ഷൻ്റെ പേര് പഠിച്ചിരിക്കുക. CN രാമചന്ദ്രൻ നായരാണ്. മുൻ ഹൈക്കോടതി ജഡ്ജിയാണ്. അപ്പോൾ ജസ്റ്റിസ് MR ഹരിഹരൻ നായരുടെ കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് നിയമനം. ജസ്റ്റിസ് MR ഹരിഹരൻ നായരുടെ കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് ആരുടെ നിയമനം? CN രാമചന്ദ്രൻ നായരുടെ നിയമനം എന്നുള്ളത് ഓർത്തിരിക്കുക.
അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വാസയോഗ്യമായ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ലോകത്തിലെ ഏറ്റവും വാസയോഗ്യമായിട്ടുള്ള നഗരമാണ് ഓസ്ട്രിയയിലെ വിയന്ന. വിയന്നയാണ് ഏറ്റവും വാസയോഗ്യമായിട്ടുള്ള നഗരം. ലണ്ടൻ ആസ്ഥാനമായ ഇക്കണോമിസ്റ്റ് ഇൻ്റലിജൻസ് യൂണിറ്റ് തയ്യാറാക്കിയിട്ടുള്ള 2022 ഗ്ലോബൽ ലൈവബിലിറ്റി ഇൻഡെക്സ് പ്രകാരമാണ് തിരഞ്ഞെടുപ്പ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വാസയോഗ്യമായ നഗരമായി വിയന്നയെ തിരഞ്ഞെടുത്തത് ആരാണ്? ലണ്ടൻ ആസ്ഥാനമായിട്ടുള്ള ഇക്കണോമിസ്റ്റ് ഇൻ്റലിജൻസ് യൂണിറ്റ് തയ്യാറാക്കിയിട്ടുള്ള 2022 ഗ്ലോബൽ ലൈവ് എബിലിറ്റി ഇൻഡെക്സ് ഗ്ലോബൽ ലൈവ് എബിലിറ്റി ഇൻഡെക്സ് പ്രകാരമാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ്. കോപ്പൻഹേഗൻ, അതായത് ഡെൻമാർക്കിലെ കോപ്പൻഹേഗൻ ആണ് 2ാം സ്ഥാനത്ത്. വാസയോഗ്യമായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ നഗരം വിയന്നയാണ്, രണ്ടാമത്തേത് കോപ്പൻഹേഗൻ ആണ്, ഡെൻമാർക്ക്. സൂറിച്ച്, സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച്, കാൽഗരി എന്നിവയാണ് 3ാം സ്ഥാനത്ത്. 3ാം സ്ഥാനം സൂറിച്ച്, കാൽഗരി. അപ്പോൾ എന്താണ് വാസയോഗ്യം, ലോകത്തിലെ ഏറ്റവും വാസയോഗ്യമായിട്ടുള്ള പ്രദേശങ്ങളിൽ 1ാമത്തെ നഗരം വിയന്നയാണ്, ഓസ്ട്രിയ. 2 കോപ്പൻഹേഗൻ, ഡെൻമാർക്ക്. 3ാം സ്ഥാനം സൂറിച്ച്, സ്വിറ്റ്സർലൻഡ്, കാൽഗരി, കാനഡ. അടുത്ത ചോദ്യം, 2022 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പോക്സോ കോടതി എവിടെയാണ്? 2022 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പോക്സോ കോടതിയാണ് എറണാകുളത്താണ്. എറണാകുളം. US പ്രസിഡന്റ് ജോ ബൈഡന്റെ ഉന്നത ശാസ്ത്ര ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജ ആരാണ്? US പ്രസിഡന്റ് ആയിട്ടുള്ള ജോ ബൈഡന്റെ ഉന്നത ശാസ്ത്ര ഉപദേഷ്ടാവായിട്ട് നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജയാണ് ആരതി പ്രഭാകർ. ആരതി പ്രഭാകർ. ഡയറക്ടർ ഓഫ് ദി ഓഫീസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി ആയിട്ടാണ് നിയമനം. ഡയറക്ടർ ഓഫ് ദി ഓഫീസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി ആയാണ് നിയമനം. ഈ പദവിയിലെത്തിയ ആദ്യ കുടിയേറ്റക്കാരിയായിട്ടുള്ള വനിത, വെളുത്ത വർഗത്തിൽ നിന്നല്ലാത്ത ആദ്യ വ്യക്തി എന്നീ പ്രത്യേകതകൾ കൂടിയുണ്ട് ഡൽഹിയിൽ ജനിച്ച ആരതിക്ക്. അപ്പോൾ ഈ ഒരു പദവിയിൽ എത്തിയിട്ടുള്ള ജോ ബൈഡന്റെ ഉന്നത ശാസ്ത്ര ഉപദേഷ്ടാവാണ് എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഉന്നത ശാസ്ത്ര ഉപദേഷ്ടാവായിട്ട്, US പ്രസിഡന്റിന്റെ ഉന്നത ശാസ്ത്ര ഉപദേഷ്ടാവായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ കുടിയേറ്റക്കാരിയായിട്ടുള്ള വനിത എന്ന ബഹുമതിയും വെളുത്ത വർഗത്തിൽ നിന്നല്ലാത്ത ആദ്യ വ്യക്തി എന്ന പ്രത്യേകതകളും കൂടി ആർക്കുണ്ട്? ആരതി പ്രഭാകറിന് ഉണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കാം. അടുത്ത ചോദ്യം, വിനോദസഞ്ചാരികൾക്കായി ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ BROയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ചിട്ടുള്ള കഫേകളുടെ പേരെന്താണ്? ബ്രോ കഫേസ്. 75 അതിർത്തി പ്രദേശങ്ങളിലായിട്ടാണ് കഫേകൾ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ബ്രോ കഫേകൾ ആരംഭിച്ചിട്ടുള്ളത് 75 അതിർത്തി പ്രദേശങ്ങളിലായിട്ടാണെന്നുള്ളത് ഓർത്തിരിക്കാം. അടുത്തത്, ചരക്ക് സേവന നികുതിക്ക്, അതായത് GSTക്ക് പുറമേയുള്ള നഷ്ടപരിഹാര സെസ് പിരിവ് എന്നുവരെ ദീർഘിപ്പിച്ചുകൊണ്ടാണ് കേന്ദ്ര ധനമന്ത്രാലയം അടുത്തിടെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത്. അപ്പോൾ സെസ് പിരിവ്, നഷ്ടപരിഹാര സെസ് പിരിവ് എന്നുവരെ ദീർഘിപ്പിച്ചുകൊണ്ടാണ് കേന്ദ്ര മന്ത്രാലയം അടുത്തിടെ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. 2026 മാർച്ച് 31 വരെ ദീർഘിപ്പിച്ചുകൊണ്ടാണ്. ചരക്ക് സേവന നികുതിക്ക് പുറമേയുള്ള നഷ്ടപരിഹാര സെസ് പിരിവ് 2026 മാർച്ച് 31 വരെ ദീർഘിപ്പിച്ചുകൊണ്ടാണ് കേന്ദ്ര ധനമന്ത്രാലയം അടുത്തിടെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത്. പുകയില, സിഗരറ്റ്, വില കൂടിയ മോട്ടോർ സൈക്കിൾ, ആഡംബര വാഹനങ്ങൾ തുടങ്ങിയവയ്ക്കാണ് നിലവിൽ സെസ് ബാധകമായിട്ടുള്ളത്. എന്തിനൊക്കെയാണ്? പുകയില, സിഗരറ്റ്, വില കൂടിയ മോട്ടോർ സൈക്കിൾ, ആഡംബര വാഹനങ്ങൾ എന്നിവയ്ക്കാണ് സെസ് ബാധകമായിട്ടുള്ളത്. 2022 ജൂൺ 30 കാലാവധി അവസാനിക്കാനിരിക്കെയാണ് 4 വർഷത്തേക്ക് കൂടി സെസ് ദീർഘിപ്പിച്ചത്. 2022 ജൂൺ 30 കാലാവധി അവസാനിപ്പിക്കേണ്ടതാണ്, വീണ്ടും 4 വർഷത്തേക്ക് കൂട്ടി 2026 വരെ ആക്കി. അവിവാഹിതരായ അമ്മമാർക്ക് പ്രതിമാസ സഹായധനം നൽകുന്ന കേരള സാമൂഹിക സുരക്ഷാ മിഷൻ പദ്ധതിയുടെ പേരെന്താണ്? സ്നേഹസ്പർശം. ഇമ്പോർട്ടൻ്റ് ആണ്. അവിവാഹിതരായ അമ്മമാർക്ക് പ്രതിമാസ സഹായധനം നൽകുന്ന കേരള സാമൂഹിക സുരക്ഷാ മിഷൻ പദ്ധതിയുടെ പേരാണ് സ്നേഹസ്പർശം. പ്രതിമാസം 2000 രൂപയാണ് സഹായധനം എന്നത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനം, ഇന്റർനാഷണൽ ഡേ എഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇലിസിറ്റ് ട്രാഫിക്കിംഗ് എന്നാണ് ജൂൺ 26 അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനം.
അഡ്രസ്സിംഗ് ഡ്രഗ് ചാലഞ്ചസ് ഇൻ ഹെൽത്ത് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് എന്നതായിരുന്നു 2022 ദിനാചരണ വിഷയം. അപ്പോൾ 2022 അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തിൻ്റെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്രസ്സിംഗ് ഡ്രഗ് ചാലഞ്ചസ് ഇൻ ഹെൽത്ത് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് എന്നുള്ളതാണ്. അടുത്തിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ പാലം. അടുത്തിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ പാലമാണ് പത്മ. തെക്കു പടിഞ്ഞാറൻ മേഖലയെ തലസ്ഥാനമായ ധാക്കയുമായി ബന്ധിപ്പിക്കുന്ന റെയിൽ റോഡ് പാലം പത്മ നദിക്ക് കുറുകെ 6.15 കിലോമീറ്റർ നീളത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, തെക്കു പടിഞ്ഞാറൻ മേഖലയെ തലസ്ഥാനമായിട്ടുള്ള ധാക്കയുമായി ബന്ധിപ്പിക്കുന്ന റെയിൽ റോഡ് പാലം പത്മ നദിക്ക് കുറുകെ 6.15 കിലോമീറ്റർ നീളത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. 2022 ജൂൺ 27 അന്തരിച്ച ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി ഏതെല്ലാം മേഖലയിൽ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ്? ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി ഗാനരചയിതാവാണ്, എഴുത്തുകാരനാണ്, പത്രപ്രവർത്തകനാണ്. ഗാനരചയിതാവ്, എഴുത്തുകാരൻ, പത്രപ്രവർത്തകൻ എന്നൊക്കെയാണ് ആര്? ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി. സർഗം എന്ന സിനിമയുടെ സംഭാഷണ രചയിതാവാണ്. സർഗം എന്ന് പറയുന്ന സിനിമ വിനീത് അഭിനയിച്ച സിനിമയാണ്. സർഗം എന്ന് പറയുന്ന സിനിമയുടെ സംഭാഷണ രചയിതാവാണ് ആര്? ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി. അടുത്ത ചോദ്യം, കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് ചെയർമാനായിട്ട് നിയമിതനായത് നിതിൻ ഗുപ്തയാണ്. കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് ചെയർമാനായിട്ട് നിയമിതനായത് CBDTയുടെ ചെയർമാനായിട്ട് നിയമിതനായത് നിതിൻ ഗുപ്തയാണ്. രാജ്യത്തെ ആദായ നികുതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഉന്നതതല സമിതിയാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, CRBT എന്ന് പറയുന്നത്. അടുത്തത്, കർണാടക സർക്കാരിൻ്റെ പ്രഥമ കെമ്പേഗൌഡ അന്താരാഷ്ട്ര പുരസ്കാരം നേടിയവർ. കർണാടക സർക്കാരിൻ്റെ പ്രഥമ കെമ്പേഗൌഡ അന്താരാഷ്ട്ര പുരസ്കാരം നേടിയവർ ആരൊക്കെയാണ്? SM കൃഷ്ണ, മുൻ കർണാടക മുഖ്യമന്ത്രിയായിട്ടുള്ള SM കൃഷ്ണ, ഇൻഫോസിസ് സഹസ്ഥാപകനായിട്ടുള്ള NR നാരായണമൂർത്തി, ബാഡ്മിൻ്റൺ താരമായിട്ടുള്ള പ്രകാശ് പദുക്കോൺ തുടങ്ങിയവരാണ് കർണാടക സർക്കാരിൻ്റെ പ്രഥമ കെമ്പേഗൌഡ അന്താരാഷ്ട്ര പുരസ്കാരം നേടിയവർ. ബംഗളൂരു നഗരസ്ഥാപകനായ കെമ്പഗൌഡയുടെ പേരിലാണ് അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ബംഗളൂരു നഗരസ്ഥാപകനാണ് കെമ്പഗൌഡ, അദ്ദേഹത്തിൻ്റെ പേരിലാണ് അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വിജയനഗര സാമ്രാജ്യത്തിന് കീഴിലുള്ള സാമന്ത ഭരണാധികാരിയായിരുന്നു കെമ്പഗൌഡ. ഓക്കെ, അടുത്ത ചോദ്യം, ദേശീയ അന്വേഷണ ഏജൻസിയുടെ പുതിയ മേധാവി. ദേശീയ അന്വേഷണ ഏജൻസി NIAയുടെ പുതിയ മേധാവിയാണ് ദിൻകർ ഗുപ്ത. പഞ്ചാബ് മുൻ DGP ആണ്. YC മോദി വിരമിച്ചതോടെ ഒരു വർഷമായി NIAക്ക് സ്ഥിരം മേധാവി ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ദിൻകർ ഗുപ്തയാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ പുതിയ മേധാവി. ദിൻകർ ഗുപ്ത ആരാണ്? പഞ്ചാബ് മുൻ DGP ആണ്. YC മോദി വിരമിച്ചതോടു കൂടിയിട്ടാണ് ഒരു വർഷമായിട്ട് NIAക്ക് സ്ഥിരം മേധാവി ഉണ്ടായിരുന്നില്ല. CRPF ഡയറക്ടർ ജനറൽ കുൽദീപ് സിംഗിനായിരുന്നു അധിക ചുമതല ആർക്കായിരുന്നു? CRPF ഡയറക്ടർ ജനറൽ കുൽദീപ് സിംഗിനായിരുന്നു. തപൻകുമാർ ദേക്കയാണ് ഇന്റലിജൻസ് ബ്യൂറോയുടെ പുതിയ മേധാവി. ഇന്റലിജൻസ് ബ്യൂറോ IBയുടെ പുതിയ മേധാവി ആരാണ്? തപൻകുമാർ ദേക്ക. വിവർത്തനത്തിനുള്ള 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് സുനിൽ ഞാളിയത്താണ്. വിവർത്തനത്തിനുള്ള 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത്. മഹാശ്വേതാദേവിയുടെ ബംഗാളി ഭാഷായ് ടു ഡു എന്ന നോവൽ അതേ പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതിനാണ് അവാർഡ് സുനിൽ ഞാളിയത്തിന് ലഭിച്ചത്. അടുത്തത്, ഇന്ത്യയിൽ സൂക്ഷിച്ചു വരുന്ന ശ്രീബുദ്ധൻ്റെ തിരുശേഷിപ്പുകൾ അടുത്തിടെ ഏത് രാജ്യത്തേക്കാണ് കൊണ്ടുപോയതും തിരികെ എത്തിച്ചതും? ഏത് രാജ്യത്തേക്കാണ് ശ്രീബുദ്ധൻ്റെ തിരുശേഷിപ്പുകൾ കൊണ്ടുപോയത്? മംഗോളിയയിലേക്കാണ്. കപിലവസ്തു തിരുശേഷിപ്പുകൾ എന്നറിയപ്പെടുന്ന 4 തിരുശേഷിപ്പുകളാണ് 11 ദിവസത്തേക്ക് മംഗോളിയയിൽ എത്തിച്ചത്. 1898 ബീഹാറിൽ നിന്നുമാണ് ഇവ കണ്ടെടുത്തത്. അടുത്ത ചോദ്യം, 2022 ജൂൺ 26 ചെന്നൈയിൽ അന്തരിച്ച വി കൃഷ്ണമൂർത്തി ഏത് മേഖലയിൽ പ്രസിദ്ധി നേടിയ വ്യക്തിയാണ്? വി കൃഷ്ണമൂർത്തി പൊതുമേഖലാ സംരംഭങ്ങളിൽ പ്രസിദ്ധിയാർജിച്ച വ്യക്തിയാണ്. ഫാദർ ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ഇൻ ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു. ഫാദർ ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ഇൻ ഇന്ത്യ എന്നറിയപ്പെട്ടിരുന്നു ആര്? വി കൃഷ്ണമൂർത്തി. ജപ്പാനിലെ സുസുക്കിയുമായി ചേർന്ന് രൂപവൽക്കരിച്ച
മാരുതി ഉദ്യോഗ് ലിമിറ്റഡിൻ്റെ സ്ഥാപക ചെയർമാനായിരുന്നു. മാരുതി ഉദ്യോഗ് ലിമിറ്റഡിൻ്റെ സ്ഥാപക ചെയർമാനായിരുന്നു വി കൃഷ്ണമൂർത്തി. മാരുതി 800 എന്ന ചെറു കാറിലൂടെ ഇന്ത്യയുടെ വാഹന നിർമ്മാണ മേഖലയിലേക്ക് വിപ്ലവം സൃഷ്ടിക്കുന്നതിന് നേതൃത്വം നൽകിയിരുന്നു ആര്? വി കൃഷ്ണമൂർത്തി. വി കൃഷ്ണമൂർത്തിക്ക് എന്തൊക്കെ ലഭിച്ചിട്ടുണ്ട്? പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ ജേതാവാണ് വി കൃഷ്ണമൂർത്തി. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ. അടുത്ത ചോദ്യം, നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായ മലയാളി പരമേശ്വരൻ അയ്യറാണ്. പരമേശ്വരൻ അയ്യറാണ് നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായ മലയാളി. 2022 ജൂലൈ 1 സംസ്ഥാനത്ത് നിലവിൽ വന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്താണ്? 2022 ജൂലൈ 1 സംസ്ഥാനത്ത് നിലവിൽ വന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. മെഡിസെപ്പ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്. മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്. മെഡിസെപ്പ് ആണ് 2022 ജൂലൈ 1 സംസ്ഥാനത്ത് നിലവിൽ വന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര്. 10 ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും 20 ലക്ഷത്തോളം വരുന്ന അവരുടെ ആശ്രിതരും ഉൾപ്പെടെ 30 ലക്ഷം പേർക്ക് പ്രയോജനം ചെയ്യുന്ന പദ്ധതിയാണ് മെഡിസെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. തൊഴിൽ വാർത്തയിൽ നിന്ന് എടുത്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ ഇതിന് മുന്നേയുള്ള വീഡിയോസ് കാണാത്തിട്ടുണ്ടെങ്കിൽ കാണുക. അപ്പോൾ ഈ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുടെ PDF ഞാൻ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്തേക്കാം. ടെലഗ്രാമിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ PDF നോട്ട്സും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്